ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. മരവെണ്ട എന്നതാണെന്ന് എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുക, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ സാധാരണ വെണ്ടയ്ക്കയുടെ തൈ വെക്കുന്നത് പോലെയല്ല, ഇത് അതിനേക്കാളും പൊക്കം വെക്കും. ഇപ്പം ഞാനവിടെ നിന്നപ്പോൾ കണ്ടില്ലേ, എന്നേക്കാളും പൊക്കമുണ്ട് ഈ ഒരു തൈക്ക്. അതിന് ശേഷം കേട്ടോ ഇത് വെണ്ടയ്ക്കയൊക്കെ ആയി തുടങ്ങുന്നത്. നന്നായിട്ട് പൊക്കമൊക്കെ വെച്ചതിന് ശേഷമേ കാ പിടിക്കത്തുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് കറി വെക്കാനുള്ള കായൊക്കെ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല കാറ്റുണ്ട്, ഒരു മഴക്കോളൊക്കെ ഉള്ളതുപോലെ ഉണ്ട്. പക്ഷേ എന്നാൽ നല്ലോണം ഇടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം. ഇനിയിപ്പോൾ വൈകുന്നേരം ബത്തേരിക്ക് പോകണം, എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. തലവേദനയുടെ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ കൂടുമ്പം ഡോക്ടറെ പോയി കാണിക്കണം. അപ്പോൾ ഇന്ന് പോയി ഡോക്ടറെ കാണിക്കണം. 1 മാസം മുമ്പാട്ടോ പോയത്. 1 മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ആദ്യമായിട്ടുണ്ടായതാട്ടോ ഈ ഒരു വയലറ്റ് കാന്താരി. മാമൻ വിത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നട്ടതാം. അതേതായാലും പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറിക്കും ചെടിക്കും എല്ലാം വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞു. ചിരട്ട എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ കൂടുതൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ചിരട്ട എടുക്കാനൊന്നും ആൾക്കാർ വരികയില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പം ചിരട്ട എടുക്കാനൊക്കെ ഇങ്ങനെ ആൾക്കാർ വീടുകളിൽ കൂടെ വരും കേട്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. പിന്നെ കുറച്ച് കാച്ചിൽ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ച് പിള്ളേരൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് പോയത്. അക്കു വന്നില്ല. അക്കുവിന് കുറേ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് ചേട്ടായി പറഞ്ഞ. ചേട്ടായി അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ നോക്കി നിൽക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് കയറാനുണ്ടായിരുന്നേ. കുഞ്ഞിപ്പെണ്ണാട്ടോ വീഡിയോ എടുത്ത് തരുന്നേ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചായ കുടിക്കാനോ എന്തിനോ പോയി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളും കൂടെ കാണിക്കാനുള്ളൂ. ബാക്കി എല്ലാവരും ഡോക്ടറെ കാണിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇങ്ങനെ നിന്ന് ഓരോരോ സംശയങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്നെ അതൊക്കെ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങൾ വരുമ്പം ഒരു 1/2 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഞുറുക്കിയാണ് മേടിച്ചത്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ കൂട്ടി ഒന്ന് തിരുമ്മി വെച്ച് അതൊട്ടും വെള്ളം ഒഴിക്കാതെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ നെയ്ച്ചോറുണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. ഇന്ന് നെയ്ച്ചോറും ബിരിയാണിയല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്ലെയിൻ റൈസ്, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ബിരിയാണി ചോറ് മേടിച്ച് കഴിക്കുകയല്ലേ, അതുപോലത്തെ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമുളകാകുമ്പോൾ പൊട്ടിത്തെറിക്കുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു വെച്ചേ. ഈ ഒരു ചോറിൻ്റെ കൂടെ സാലഡും അച്ചാറും ഒക്കെ തന്നെ മതി കേട്ടോ. അല്ലാതെ ഇറച്ചിയും മീനും മുട്ടയൊന്നും വേണമെന്നില്ല. അതൊന്നും ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ പൊട്ടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടച്ചു വെക്കുന്നത്. ഇനി സവാളയും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ കറിവേപ്പില, സർവ്വസുഗന്ധി ഇല, അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഒരു 1 2 ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം.
നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ബിരിയാണി ചോറ് വാങ്ങി കഴിക്കുമ്പം അത് ബിരിയാണി വെക്കുന്ന ചോറ് തന്നെയാണല്ലോ അവർ നമുക്ക് തരുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു 80% ആ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ പറഞ്ഞത്. ഇപ്പം ഞാൻ മാഗി ക്യൂബ് ചിക്കൻ്റെ ക്യൂബൊന്നും ചേർക്കുന്നൊന്നുമില്ല. അല്ലാതെ ഈ ബീഫ് വേവിച്ചില്ലേ, ചിക്കനല്ല ബീഫ് വേവിച്ചില്ലേ, അതിൽ നിന്ന് ആ മസാല ഒരു സ്പൂൺ, അധികമായി പോകരുത്, ചോറിൻ്റെ കളറ് മാറിപ്പോകും കേട്ടോ. ആ ഒരു സ്പൂൺ മസാല ചേർത്തായി ചോറ് വെക്കുന്നത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇത് വേണ്ട, ഒഴിവാക്കിയാൽ മതി. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ഒരുപാട് പഴുത്ത് പുളിയുള്ള തക്കാളി എടുക്കാതെ അല്ലാതെ ഒത്തിരി പഴുത്ത് പോകാത്ത പുളി കുറഞ്ഞ തക്കാളി വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് വെട്ടി തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നാരങ്ങാനീരും പിഴിഞ്ഞ് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഈ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വെട്ടി തിളച്ച വെള്ളമാണെങ്കിൽ തിളയ്ക്കാനൊന്നുമില്ല. ഇനി അരി കഴുകി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജീരകശാല അരി കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഈ നാരങ്ങ പിഴിയുന്ന സമയത്ത് കുരു വീഴാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു വീണാൽ ചോറ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത കയ്പ്പായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ആവണ്ട, കുറഞ്ഞ അളവിലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നെയ്യുള്ള ബീഫൊക്കെ ആണെങ്കിൽ അത് വെന്ത് അതിൻ്റെ വെള്ളം ഇറങ്ങിക്കഴിയുമ്പം ആ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയും ഒരു സ്പൂൺ ചേർത്തിട്ടാണല്ലോ ചോറ് വെക്കുന്നത്, എന്നിട്ട് നല്ല ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാവും. പിന്നെ കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബീഫ് വേവിച്ച് വെക്കുന്നത്. ഇനിയിപ്പോൾ ബീഫൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളിയും വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ ആണേലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചിക്കൻ്റെ കുറച്ച് നെയ്യും കൂടെ എക്സ്ട്രാ മേടിച്ചാൽ മതി. എന്നിട്ട് അതിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് നമുക്ക് മസാല കുറച്ച് ചോറിൽ ചേർത്ത് വേവിച്ചെടുത്താൽ മതി. നെയ്യൊന്നും അധികം കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. ഇനിയിപ്പം അതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ ചോറ് വെച്ചാൽ മതി. കുക്കറിൽ വേവിച്ചതുകൊണ്ട് ഒട്ടിപ്പിടിച്ചോ കുഴഞ്ഞു പോയോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കിട്ടിയിട്ടുണ്ട്. ചോറ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ടുള്ള കളറേ ഉള്ളൂ മസാലയുടെ, അല്ലാതെ ഡാർക്കായിട്ടുള്ള കളർ ഒന്നുമില്ല. ബീഫ് ആ ഉള്ളി വഴന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തതേ ഉള്ളൂ. വേണമെങ്കിൽ കുരുമുളകോ പെരിഞ്ജീരകം പൊടിച്ചതോ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർക്കാനില്ല കേട്ടോ. ലാസ്റ്റ് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടാം. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. പിന്നെ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. ഒരു വിസിൽ അടിച്ചപ്പോൾ ഓഫാക്കുക കേട്ടോ ചെയ്ത്. എല്ലാ അരിക്കും ഒരുപോലത്തെ വേവല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.